എല്ലാവർക്കും പി എസ് സി മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് BSAൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. BNS ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയാതെ BSAൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. അതിന് മുമ്പ് BSA നിലവിൽ വന്ന ഡേറ്റ് അറിയണം. എന്നാണ് BSA നിലവിൽ വന്നത്? BSA നിലവിൽ വന്നത് 2024 ജൂലൈ 1 അല്ലേ? രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2023 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ് അല്ലേ? പിന്നെ പ്രധാനപ്പെട്ട അറിയേണ്ടത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ചാപ്റ്ററുകളുടെ എണ്ണം 12. എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഭാഗങ്ങൾ 4. എത്ര സെക്ഷൻസ് ഉണ്ട്? 170 സെക്ഷൻസ് ഉണ്ട്. 170 സെക്ഷൻസ്. പട്ടിക ഉള്ളത് 1. ഒറ്റ പട്ടികയാണ് ഉള്ളത്. ഇത്ര കാര്യങ്ങളാണ് BSAൻ്റെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കല്ലേ? ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയം സെക്ഷൻ 21D പ്രകാരം താഴെ പറയുന്നവയിൽ രേഖ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഒന്നാമത്തത് എഴുത്തുകളും അച്ചടി വാക്കുകളും ഭൂപടങ്ങളും പ്ലാനുകളും കരിക്കച്ചറുകളും. അതുപോലെ തന്നെ ഓപ്ഷൻ സി ഇമെയിലുകൾ, സെർവർ ലോഗുകൾ തുടങ്ങിയ ഡിജിറ്റൽ റെക്കോർഡുകൾ. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 21D പ്രകാരം രേഖ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഉൾപ്പെടുന്നു അല്ലേ? രേഖ എന്ന നിർവചനത്തിൽ എഴുത്തുകൾ ഉൾപ്പെടുന്നുണ്ട്, അച്ചടിച്ച വാക്കുകളുണ്ട്, പ്ലാനുകളുണ്ട്, ഇമെയിലുകളുണ്ട്, സെർവർ ലോഗുകളുണ്ട്. ഇതൊക്കെ എന്താണ്? രേഖ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇമെയിലുകളും സെർവർ ലോഗുകളും ഡിജിറ്റൽ റെക്കോർഡുകളും. കാരണം ഇത് BSAയിൽ പുതുതായി കൂട്ടിച്ചേർത്തതാണ്. അതായത് ഡിജിറ്റൽ റെക്കോർഡുകളൊക്കെ പുതുതായിട്ട് രേഖ എന്ന നിർവചനത്തിൽ BSAയിൽ കൂട്ടിച്ചേർത്താണ്. എവിഡൻസ് ആക്ടിൽ ഇതുണ്ടായിരുന്നില്ല. എഴുത്തുകളും അച്ചടിച്ച വാക്കുകളും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഭൂപടങ്ങളും അങ്ങനത്തെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഇമെയിലുകളും അതുപോലെ തന്നെ ഡിജിറ്റൽ റെക്കോർഡുകളൊക്കെ കൂട്ടിച്ചേർത്തത് BSAയിലാണ്. ഓക്കെ, BSA നിലവിൽ വന്നതെന്നാണ്? 2024 ജൂലൈ 1 പിന്നെ നമുക്ക് BSAയിൽ കുറച്ച് പഠിക്കാനുള്ള നിർവചനങ്ങളുണ്ട്. ഏതൊക്കെ നിർവചനങ്ങളെ പഠിക്കാനുള്ളത് നോക്കാം. ഒന്നാമത്തത് നിർവചനങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് 2ാമത്തെ വകുപ്പിലാണ് കേട്ടോ. 2ാമത്തെ വകുപ്പിലാണ് നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. 2ാമത്തെ വകുപ്പിലാണ് നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ 21D അതേതാണ്? ഡോക്യുമെന്റ്, രേഖ എന്ന് പറയുന്നു. അത് ഓർത്തു വെക്കാൻ സിമ്പിളാണ്. കാരണം ഇവിടെയും ഒരു ഡി ഉണ്ട്, ഇതിന്റെ മുൻപിലും ഒരു ഡി ഉണ്ട്. ഡോക്യുമെന്റിലും ഒരു ഡി ഉണ്ട്, സെക്ഷനിലും ഡി ഉണ്ട്. അപ്പൊ 21D എന്ന് പറയുന്നത് രേഖ. 21E ഇതും ഓർത്തു വെക്കാൻ സിമ്പിളാണ്. എവിഡൻസിലും ഇ ഉണ്ട്, സെക്ഷനിലും ഇ ഉണ്ട്. അപ്പൊ 21E എന്ന് പറയുന്നത് തെളിവ്, എവിഡൻസ്. ഓക്കെ അല്ലേ? എവിഡൻസ്, തെളിവ്. 21FO ഫാക്ട്, വസ്തുത. അതിലും നമുക്ക് പഠിക്കാൻ സിമ്പിളാണ്. കാരണം എഫ് ഉണ്ട്, ഇതിലും എഫ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തതോ 21G ആണ് പഠിക്കാനുള്ളത്. 21G എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ഇൻ ജനറൽ ഇഷ്യൂ. പ്രശ്നത്തിലുള്ള വസ്തുതയെക്കുറിച്ചാണ് നിർവചിച്ചിരിക്കുന്നത്. 21Gയിലാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 21K ആണ്. 21K റെലവൻറ്റ് അല്ലെങ്കിൽ പ്രസക്തമായത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് 21D ആണ്. 21D രേഖ പ്രധാനപ്പെട്ടതാണ്. POQ ചോദ്യമാണ്. 21D ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 21Eയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2ാമത്തെ ചോദ്യം നോക്കാം. കോടതി അനുവദിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ ആയ സാക്ഷികളുടെ മൊഴികളെ ഇലക്ട്രോണിക് മുഖേന നൽകിയവ ഉൾപ്പെടെ BSA സെക്ഷൻ 21E പ്രകാരം എങ്ങനെ അറിയപ്പെടുന്നു? 21E എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 21E പറയുന്നത് എവിഡൻസിനെ, തെളിവിനെ കുറിച്ചാണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഡോക്യുമെന്ററി തെളിവ്. ഓപ്ഷൻ ബി വാക്കാലുള്ള തെളിവ്. ഓപ്ഷൻ സി സാഹചര്യ തെളിവ്. ഓപ്ഷൻ ഡി പരോക്ഷ തെളിവ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി വാക്കാലുള്ള തെളിവാണ് അല്ലേ? ഓറൽ എവിഡൻസ് ആണ് അല്ലേ? 3ാമത്തെ ചോദ്യം നോക്കാം. ബി എന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയ കേസിൽ എ പ്രതിയാണ്. ഈ കേസിന്റെ വിചാരണയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പ്രശ്നത്തിനുള്ള വസ്തുത, ഫാക്ട് ഇൻ ഇഷ്യൂ ആയി വരാൻ സാധ്യതയില്ലാത്തത്?
ഓപ്ഷൻ എ ബിയുടെ മരണത്തിന് എ കാരണമായി എന്നത്, അത് ശരിയാണ്. ബിയുടെ മരണത്തിന് കാരണമാകാൻ എ ഉദ്ദേശിച്ചിരുന്നു എന്നത്, അതും ശരിയാണ്. കുറ്റം ചെയ്യുന്ന സമയത്ത് എക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു എന്നത്, അതും ഒരു വസ്തുതയാണ് അല്ലേ, പ്രശ്നത്തിലുള്ള വസ്തുതയാണ്. ഓപ്ഷൻ ഡി എയും ബിയും 10 വർഷം മുൻപ് ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു എന്നത്, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അത് എന്താണ്, പ്രശ്നത്തിലുള്ള വസ്തുതയായിട്ട് വരാൻ സാധ്യതയില്ല അല്ലേ. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വസ്തുത എന്നതുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1, ഒരു നിശ്ചിത സ്ഥലത്ത് ചില വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. രണ്ടാമത്തത്, ഒരു വ്യക്തി ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയോ നല്ല വിശ്വാസത്തോടെയോ പ്രവർത്തിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഏതാണ്? രണ്ടും ഫാക്റ്റ് ആണ് അല്ലേ. അപ്പോ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2 എന്നിവ ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. രേഖ നമ്മൾ പറഞ്ഞു 21D, ഈ ഡി ആയതുകൊണ്ട് 21Dയിലായിരിക്കും. ഏതാണ് അപ്പോൾ? എ എന്ന് പറയുന്നത് 3 തെളിവ് ഇ ആണ്. ഇതിൽ ഇ വരുന്നത് ഏതാ? നാലാമത്തെ ഓപ്ഷൻ ആണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നത് 4. സി വസ്തുത, എഫ് ആണ് ഫാക്ട്. ഇവിടെ എഫ് വരുന്നത് ഇതാണ്. അപ്പോൾ 3 സിയിലോട്ട് പോകും. അല്ല, സി 1ലോട്ട് പോകും. സി 1ലോട്ട് പോകും. നാലാമത്തത് പ്രശ്നത്തിലുള്ള വസ്തുത, ഫാക്ടിന് ഇഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ജി ആണ്. അപ്പോൾ ഡി 2ലോട്ടും പോകും. ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. A3, B4, C1, D2. ഓപ്ഷൻ ഏതാണ്? എ ആണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം നോക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ സെക്ഷൻ 22 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ നടത്തുന്ന കുറ്റസമ്മതമാണ് ക്രിമിനൽ നടപടികളിൽ അപ്രസക്തമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ വഞ്ചനയിലൂടെയോ ലഹരിയിലോ നടത്തുന്ന കുറ്റസമ്മതം. ഓപ്ഷൻ ബി രഹസ്യമായി സൂക്ഷിക്കാമെന്ന വാഗ്ദാനത്തിന്മേൽ നടത്തുന്ന കുറ്റസമ്മതം. ഓപ്ഷൻ സി അധികാര സ്ഥാനത്തുള്ള ഒരാളുടെ ഭീഷണി, നിർബന്ധം അല്ലെങ്കിൽ വാഗ്ദാനം എന്നിവയിൽ പ്രേരിതമായി നടത്തുന്ന കുറ്റസമ്മതം. ഓപ്ഷൻ ഡി നിശബ്ദത പാലിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ നടത്തുന്ന കുറ്റസമ്മതം. ഏതാണ്? സെക്ഷൻ 22 അറിയുന്നവർക്ക് ഇതിന്റെ ഉത്തരം അറിയും. സെക്ഷൻ 22 പറയുന്നത് എന്താണ്? സെക്ഷൻ 22 പറയുന്നത് പ്രേരണ, ഭീഷണി, വാഗ്ദാനം മൂലമുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. അപ്പൊ ശരിയായ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് വരിക. ഏഴാമത്തെ ചോദ്യം നോക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മത മൊഴികൾ പ്രതിക്കെതിരെ തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ വകുപ്പ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 23 ആണ്. സെക്ഷൻ 23 എന്താണ് പറയുന്നത്? സെക്ഷൻ 23 പറയുന്നത് എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ് സെക്ഷൻ 23 പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ് സെക്ഷൻ 23 പറയുന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കാം. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പ്രതി നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു യഥാർത്ഥ വസ്തുതയോ കണ്ടെത്തുകയാണെങ്കിൽ ആ കണ്ടെത്തിയ വിവരത്തോട് ബന്ധപ്പെട്ട ഭാഗം തെളിവായി സ്വീകരിക്കാം എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? 23(2) പറയുന്നത് അല്ലെ. 23 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ്. ഒമ്പതാമത്തെ ചോദ്യം. ഒരേ കുറ്റകൃത്യത്തിന് ഒന്നിലധികം പ്രതികളെ ഒരുമിച്ച് വിചാരണ ചെയ്യുമ്പോൾ അതിലൊരാൾ നടത്തുന്ന തെളിയിക്കപ്പെട്ട കുറ്റസമ്മതം അയാൾക്കെതിരെ മാത്രമല്ല കൂട്ടുപ്രതികൾക്കെതിരെയും കോടതിക്ക് പരിഗണിക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന BSA വകുപ്പ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 24 ആണ്. സെക്ഷൻ 24 എന്താണ് പറയുന്നത്? അതായത് എക്സാമ്പിൾ ആയിട്ട് ഒരു 5 പേര് ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, ഒരു കൂട്ടായ്മ കവർച്ച ചെയ്യുന്നു, 5 പേര് ഒരുമിച്ച്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ആ തെളിവ് വെച്ച് ബാക്കി 4 പേരെയും നമുക്ക് എന്താണ് ഇതാക്കാം, അതായത് കുറ്റം ചുമത്താം. ആ ബാക്കിയുള്ള 4 പേർക്കും കുറ്റം ചുമത്താൻ പറ്റും. ഈ ഒരാളുടെ സമ്മതം മാത്രം മതി. ഓക്കെ, അതാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും ശിക്ഷയായിട്ട് ലഭിക്കും എന്നാണ് പറയുന്നത്. സെക്ഷൻ 24. ഓക്കെ, സെക്ഷൻ 22 നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. എന്താണ്? പ്രേരണ, ഭീഷണി മൂലമുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ് 22. 23 നമ്മൾ പറഞ്ഞു. എന്താണ്? 23 പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ് 23. ഓക്കെ അല്ലേ? നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സെക്ഷൻ 22 എന്താണ്? ഭീഷണിപ്പെടുത്തിയുള്ള കുറ്റസമ്മതം അല്ലേ. സെക്ഷൻ 23
ഒന്നുണ്ട് രണ്ടും ഉണ്ട്. അത് 23 ചോദിക്കുള്ളൂ നിങ്ങളോട്. ഉപവകുപ്പ് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും പഠിച്ചു വയ്ക്കുക. സെക്ഷൻ 23(1) എന്ന് പറയുന്നത് പോലീസിനോടുള്ള കുറ്റസമ്മതം കോടതിയിൽ തെളിവല്ല എന്നാണ്. ഓക്കെ, പോലീസിനോടുള്ള കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ട് എടുക്കില്ല. അതുപോലെ തന്നെ സെക്ഷൻ 23(2) എന്ന് പറയുന്നത് തൊണ്ടി മുതൽ കണ്ടെത്തിയാൽ കസ്റ്റഡിയിലെ ആ വിവരത്തിന്റെ ഭാഗം തെളിവാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 24 നമ്മൾ പറഞ്ഞു, കുറെ ആൾക്കാർ ഒരു കുറ്റകൃത്യം ചെയ്ത് അതിൽ ആരെങ്കിലും ഒരാൾ സമ്മതം മൂളിയാൽ ബാക്കിയുള്ള എല്ലാവർക്കും അത് ബാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? കൂട്ടുപ്രതികളുടെ കുറ്റസമ്മതം സംയുക്ത വിചാരണയിൽ ബാധകം. ഓക്കെ അല്ലേ? 22, 23, 24 സെറ്റല്ലേ? പിന്നെ നമ്മൾ പഠിച്ച നിർവചനങ്ങളും സെറ്റല്ലേ? നിർവചനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയത് ഏതൊക്കെയായിരുന്നു? 2(1)D രേഖ അല്ലേ? അതുപോലെ തന്നെ 2(1)E എന്തായിരുന്നു? എവിഡൻസ്, തെളിവ്. പിന്നെ ഏതായിരുന്നു പഠിച്ചത്? 2(1)F ഫാക്റ്റ്, വസ്തുത. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർവചനങ്ങളെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻസ് ആണ്. ഇതും ഓർക്കണം. പിന്നെ 22, 23, 24. 22 എന്ന് പറയുന്നത് പ്രേരണ ഭീഷണി കൊണ്ടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ്. 23 പറയുന്നത് പോലീസിനോടുള്ള കുറ്റസമ്മതമാണ്. 24 എന്ന് പറയുന്നത് കൂട്ടു പ്രതികളുടെ കുറ്റസമ്മതത്തെ കുറിച്ചാണ്. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം നോക്കാം. മരിച്ചുപോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ അന്യായമായ കാലതാമസമോ ചെലവോ വരും എന്ന് കോടതി കരുതുന്ന വ്യക്തികൾ എന്നിവരുടെ പ്രസ്താവനകൾ പ്രസക്തമാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? സെക്ഷൻ 26 ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ മരണമൊഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാന ഉപവകുപ്പ് ഏതാണ്? മരണമൊഴിയെക്കുറിച്ച് അല്ലേ? മരണമൊഴിയെക്കുറിച്ച് പറയുന്നത് ഏത് ഉപവകുപ്പിലാണ്? സെക്ഷൻ 26(a) മരണമൊഴിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം നോക്കാം. മരണമൊഴിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മരണമൊഴിയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഓർമ്മണം ഏതാണ്? 26(a) ആണ്. ഉപവകുപ്പ് എയിലാണ് മരണമൊഴിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതില് ഏതാണ് മരണമൊഴിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന? 1ാമത്തെ പ്രസ്താവന, മരണമൊഴി നൽകുമ്പോൾ അത് നൽകുന്ന വ്യക്തി മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. അതേതാണ്? ശരിയാണോ തെറ്റാണോ? നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നോക്കി പോവാം. അതേതാണ്? ശരിയാണല്ലേ? അത് ശരിയായതാണ്. വാക്കാലോ എഴുതിയാലോ അല്ലെങ്കിൽ ആംഗ്യങ്ങൾ വഴിയോ മരണമൊഴി നൽകാം. അതും ശരിയാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ മരണമൊഴി രേഖപ്പെടുത്താൻ നിയമപരമായി കഴിയില്ല. തെറ്റാണല്ലേ? മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന മരണമൊഴിക്കാണ് ഏറ്റവും കൂടുതൽ തെളിവ് മൂല്യമുള്ളത്. അതും ശരിയാണ്. അപ്പൊ ഏതാണ് തെറ്റായത്? തെറ്റായത് ഓപ്ഷൻ സി ആണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ മരണമൊഴി രേഖപ്പെടുത്താൻ നിയമപരമായി കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും കഴിയും അല്ലേ? നമ്മുടെ BSA സെക്ഷൻ 26(a) പ്രകാരം പറയുന്നുണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്കോ പറ്റും. അല്ലെങ്കിൽ ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥനോടോ ഡോക്ടറോടോ മജിസ്ട്രേറ്റിന് മുമ്പാകെ മരണമൊഴി പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടാവുക ആർക്ക് നൽകുമ്പോഴാണ്? മജിസ്ട്രേറ്റിന് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക എന്ന് മാത്രം. ഓക്കെ. 13ാമത്തെ ചോദ്യം. ഒരു കേസിൽ ഒരു സാക്ഷി നൽകിയ തെളിവുകൾ ആ സാക്ഷി മരണപ്പെടുകയോ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നീടുള്ള ഒരു കോടതി നടപടിയിലോ അതേ കേസിന്റെ അടുത്ത ഘട്ടത്തിലോ തെളിവായി സ്വീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന BSA വകുപ്പ് ഏതാണ്? ഏത് വകുപ്പിലാണ് ഇങ്ങനെ പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 27 ആണ്. സെക്ഷൻ 27 പഠിക്കാൻ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഉള്ളതിൽ കുറച്ച് ടഫ് ഉള്ളത് സെക്ഷൻ 27 മനസ്സിലാവാൻ കുറച്ച് പാടാണ്. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. 2 വ്യക്തികളുണ്ട്. ഒരാള് വിക്രം എന്നാണ് പേര്, ഒരാളെ പേര് രാമു എന്നാണ് പേര്. ഓക്കെ അല്ലേ? ഈ വിക്രം രാമുവിനെ ആക്രമിക്കുന്നു, അതായത് വീട്ടിൽ കയറിയിട്ട് ആക്രമിക്കുന്നു എന്ന് വിചാരിക്കൂ. ഇത് കാണുന്ന ഒരു വ്യക്തിയുണ്ട്, അത് അയൽവാസിയായിട്ടുള്ള ജോസഫ് ആണ്. ഓക്കെ, ജോസഫാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്രമിച്ച ഈ രാമു എന്തായാലും കേസ് കൊടുക്കും, കോടതിയിലെത്തും. കോടതിയിൽ നിന്ന് വിചാരണ ഉണ്ടാവും അല്ലേ? ആ വിചാരണ സമയത്ത്
ജോസഫ് സാക്ഷി പറയും. ഓക്കെ, സാക്ഷി പറഞ്ഞ് അങ്ങനെ കേസ് ഇതായി. വിക്രത്തിന് ആവശ്യത്തിനുള്ള തടവും ശിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഒരു ആഫ്റ്റർ 2 മന്ത്, ഓക്കെ, 2 മാസത്തിന് ശേഷം രാമു ചെന്നിട്ട് പറയാണ്, അതായത് എനിക്ക് അന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് അതായത് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസ് വീണ്ടും വരും. വിക്രം രാമും വിചാരണ ചെയ്യാൻ വേണ്ടി മജിസ്ട്രേറ്റ് വിളിക്കും. ആ സമയത്ത് ജോസഫ് നിലവിലില്ല. കാരണം അയാൾ ഒന്നെങ്കിൽ വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കും. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും? സാക്ഷി വേണമല്ലോ, സാക്ഷി മരണപ്പെട്ടു എന്ന് വിചാരിക്കൂ. അപ്പോൾ 2 മാസം മുൻപ് നടന്ന ഈ സെയിം കേസിന്റെ ഇതിൽ സാക്ഷി എന്നത് ജോസഫാ. അന്ന് കൊടുത്ത സാക്ഷി തന്നെ തുടർന്നുള്ള നടപടികളിലും ആർക്ക് മതി? ഇവരെ 2 പേരുടെ കേസുകളിലും മതി എന്നാണ് BSA സെക്ഷൻ 27 പറയുന്നത്. അന്ന് കൊടുത്ത റെക്കോർഡ്, അന്ന് കൊടുത്ത സാക്ഷി അത് തന്നെ മതി ഇപ്പോഴും. ഇയാൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല, സാക്ഷിയായിട്ട് അന്ന് കൊടുത്തത് തന്നെ മതി. അതാണ് BSA സിമ്പിളായിട്ട് പറഞ്ഞത്. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് ഈ കഥ കൺസെപ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. എല്ലാ ചോദ്യങ്ങളും സെക്ഷൻ 27 വരുന്ന എല്ലാ ചോദ്യങ്ങളും കിട്ടും. ഓക്കെ അല്ലേ? നിബന്ധനകൾ എന്ന് പറയുന്നത് ഏതൊക്കെ അറിയോ? ഈ ജോസഫ് ഒന്നെങ്കിൽ മരണപ്പെടണം, അല്ലെങ്കിൽ വിദേശത്തായിരിക്കണം, അല്ലെങ്കിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കണം എന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ കേസ് എപ്പോഴും വിക്രത്തിന്റെയും രാമുവിന്റെയും കേസ് തന്നെ ആയിരിക്കണം. രണ്ടാമത് വരുന്ന കേസും വിക്രം രാമു തന്നെ ആയിരിക്കണം. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. ഒരു കേസിൽ ഒരു സാക്ഷി നൽകിയ തെളിവുകൾ ആ സാക്ഷി മരണപ്പെടുകയോ കണ്ടെത്താൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നീടുള്ള ഒരു കോടതി നടപടിയിലോ അതേ കേസിന്റെ അടുത്ത ഘട്ടത്തിലോ തെളിവായി സ്വീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന BSA സെക്ഷൻ ഏതാണ്? സെക്ഷൻ 27 അല്ലേ? ആദ്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായില്ല, പക്ഷെ ഈ കഥ കേട്ടിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ സെക്ഷൻ 27 ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത്ര ഓർത്താൽ മതി. ഓക്കെ, 14ാമത്തെ ചോദ്യം നോക്കാം. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് സാധാരണ ക്രമത്തിൽ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് രൂപത്തിൽ ഉൾപ്പെടെയുള്ള ബുക്ക് ഓഫ് അക്കൗണ്ടിലെ എൻട്രികൾ കോടതിയിൽ പ്രസക്തമാണെങ്കിലും അവ മാത്രം ഒരാളുടെ മേൽ ബാധ്യത ചുമത്താൻ പര്യാപ്തമല്ല എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? 14ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 28 ആണ് അല്ലേ? അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 28 അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 28 15ാമത്തെ ചോദ്യം നോക്കാം. ഒരു പബ്ലിക് സർവന്റോ നിയമപ്രകാരം ചുമതലപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിയോ തന്റെ ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി പബ്ലിക് രജിസ്റ്ററിലോ ഇലക്ട്രോണിക് റെക്കോർഡിലോ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ പ്രസക്തമാണെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഏത് വകുപ്പിലാണ് പറയുന്നത്? 15ന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, സെക്ഷൻ 29. സെക്ഷൻ 28 എന്തായിരുന്നു? അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ സെക്ഷൻ 29 പബ്ലിക് റെക്കോർഡ് എൻട്രികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് പബ്ലിക് സർവന്റിന്റെ ഔദ്യോഗിക രേഖകളിലെ എൻട്രികളാണ് പറയുന്നത്. അത് തെളിവായിട്ട് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മറ്റത് പറയുന്നത് എന്താണ്? അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ചാണ്. അക്കൗണ്ട് ബുക്കിലെ എൻട്രികൾ തെളിവായിട്ട് എടുക്കുമെന്നാണ് 28 പറയുന്നത്. എന്നാൽ 29 എന്ന് പറയുന്നത് പബ്ലിക് സർവന്റിന്റെ ഔദ്യോഗിക രേഖകളിലെ എൻട്രികൾ തെളിവായിട്ട് എടുക്കാം. അതുപോലെ തന്നെ 28, 29, 30 പഠിക്കണം. 30 പറയുന്നത് ഗവൺമെന്റ് മാപ്പ്, അതുപോലെ തന്നെ പബ്ലിഷ്ഡ് മാപ്പ്, ചാർട്ട്, പ്ലാൻ, ഇതൊക്കെ എന്താണ്? തെളിവായിട്ട് എടുക്കാം എന്നാണ് സെക്ഷൻ 30 പറയുന്നത്. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യം. വിദേശ നിയമങ്ങളോ കോടതി വിധി റിപ്പോർട്ടുകളോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ ലഭ്യമാണെങ്കിൽ അവ ഔദ്യോഗിക രേഖകളായിട്ട് കണക്കാക്കാമെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 32 സെക്ഷൻ 32 അങ്ങനെ പറയുന്നത്. അതായത് വിദേശ നിയമങ്ങളോ കോടതി വിധി റിപ്പോർട്ടുകളോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ ലഭ്യമാണെങ്കിൽ അവ ഔദ്യോഗിക രേഖകളായിട്ട് കണക്കാക്കാമെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 32. BSAയിലെ വകുപ്പ് 32 അങ്ങനെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ പറഞ്ഞത് ഏതൊക്കെ? 28 പറഞ്ഞു, 29 പറഞ്ഞു, 30 പറഞ്ഞു. 28 എന്തായിരുന്നു? 28 പറഞ്ഞത് അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ചാണ്. അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ചാണ് 28. 29 പറയുന്നത് പബ്ലിക് എൻട്രീസിനെ കുറിച്ചാണ് അല്ലെ? പബ്ലിക് റെക്കോർഡ് എൻട്രീസിനെ കുറിച്ചാണ് 29. 30 എന്തായിരുന്നു? ഗവൺമെന്റിന്റെ മാപ്പ്,
അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മാപ്പ്, അതുപോലെ തന്നെ പ്ലാൻസ്, അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്ത മാപ്പുകൾ, അതുപോലെ തന്നെ ചാർട്ട്, ഇവയെക്കുറിച്ചാണ് 30 പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? 17ാമത്തെ ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം, വിദേശ നിയമം, ശാസ്ത്രം, കല, കൈയക്ഷരം, വിരലടയാളം എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ അഭിപ്രായം കോടതിയിൽ പ്രസക്തമായ തെളിവായി മാറുന്നത് BSA സെക്ഷൻ 39(1) പ്രകാരമാണ്. ഓക്കെ അല്ലേ? ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സിനെ കുറിച്ച് പറയുന്നത് 39 പ്രകാരമാണ് ഇത്തരക്കാരെ നിയമപരമായി വിളിക്കുന്നത്. എന്താണ്? എല്ലാവർക്കും ഓപ്ഷൻസ് വായിച്ചാൽ കിട്ടുന്ന ചോദ്യം അല്ലേ? നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻ്റ് ആയിട്ട് പറയും കേട്ടോ. 17ാമത്തെ ചോദ്യം ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ പറയും. ചോദ്യം വായിച്ചാലും അല്ലെങ്കിൽ ഉത്തരം ഓപ്ഷൻസ് ആണ് ഉത്തരം മനസ്സിലാവുന്നുണ്ട്. 18ാമത്തെ ചോദ്യം, മറ്റൊരാൾ ഒപ്പിട്ട പ്രമാണത്തിന്റെ ആധികാരികത പരിശോധിക്കാൻ കോടതി ഒരു കൈയക്ഷര വിദഗ്ധനെ ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് കോടതിയിൽ സ്വീകാര്യമാകുന്നത് BSAയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 39 പ്രകാരം അല്ലേ? നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് പറയുന്നത് ഏതാണ്? സെക്ഷൻ 39. അങ്ങനെ കൈയക്ഷര വിദഗ്ധനൊക്കെ ഏതിൽ വരും? സെക്ഷൻ 39 ഉൾപ്പെടും അല്ലേ? 19ാമത്തെ ചോദ്യം, A എന്ന വിഷം ഉള്ളിൽ ചെന്ന് ഒരാൾ മരിച്ചു എന്ന ഡോക്ടറുടെ അഭിപ്രായത്തെ സാധൂകരിക്കാൻ അതേ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച മറ്റ് വ്യക്തികളിലും സമാനമായ ശാരീരിക ലക്ഷണങ്ങൾ കാണപ്പെട്ടിരുന്നു എന്ന് വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്നത് BSAയിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 19ാമത്തെ ചോദ്യം ഏതാണ് ഉത്തരം? സെക്ഷൻ 40. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നോക്കുകയല്ലേ? 28 നമ്മൾ പഠിച്ചു. എന്താണ്? അക്കൗണ്ട് ബുക്കിലെ ഇതുമായിട്ടാണ് അല്ലേ? അക്കൗണ്ട് ബുക്കിൻ്റെ എൻട്രികൾ തെളിവായിട്ട് എടുക്കാം. അതുപോലെ തന്നെ 29 പഠിച്ചു. 29 പറയുന്നത് പബ്ലിക് റെക്കോർഡാണ്. പബ്ലിക് റെക്കോർഡ് എൻട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. പബ്ലിക് റെക്കോർഡ് എൻട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു 30 മാപ്പ്, പ്ലാന്, ചാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? ചാർട്ട്, പ്ലാന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഏത് പഠിച്ചു? പിന്നെ നമ്മൾ പഠിച്ചത് 32 പഠിച്ചു. 32 എന്തായിരുന്നു? ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിജിറ്റൽ ആയിട്ടുള്ള ലോ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെളിവായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 39 ഇപ്പോൾ പഠിച്ചു. എന്താണ്? എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനെ നമുക്ക് തെളിവായിട്ട് എടുക്കാം. അത് അവർ പറയുന്നത് തെളിവായിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ വരുന്നത് ആരൊക്കെയാണ്? ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സ് വരാം, അതുപോലെ തന്നെ കൈയക്ഷര വിദഗ്ധന്മാർ വരാം. അങ്ങനെയൊക്കെ സെറ്റാക്കണം. ഒക്കെ പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ പോയിസൺ എക്സ്പേർട്ട്, അതായത് വിഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, കൈയക്ഷരം നോക്കുന്നത്, നമ്മുടെ കൈവിരലിൻ്റെ പാടുകൾ നോക്കുന്ന ആൾക്കാർ, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ സെക്ഷൻ 40 ഇപ്പം നമ്മൾ പറഞ്ഞു. എന്താണ്? ഫാക്ട് സപ്പോർട്ടിങ് എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നാണ് പറയുക അല്ലേ? അതായത് വിദഗ്ധ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് സെക്ഷൻ 40. വിദഗ്ധന്മാരുടെ അഭിപ്രായത്തോട് ബന്ധമുള്ള വസ്തുതകൾ അല്ലേ? അതാണ് സെക്ഷൻ 40. ഓക്കെ അല്ലേ? 20ാമത്തെ ചോദ്യം, ഒരു കൊലപാതക കേസിൽ പ്രതിയുടെ ഒപ്പ് വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ കോടതി ഒരു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിനെ സഹായം തേടുന്നു. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് കോടതിയെ സംബന്ധിച്ച് എങ്ങനെയുള്ള തെളിവാണ്? അത് അന്തിമമായ തെളിവാണ്. കോടതിക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല. ഓപ്ഷൻ ബി, അതൊരു സാഹചര്യ തെളിവ് മാത്രമാണ്. അതിനാൽ സെക്ഷൻ 40 പ്രകാരമേ സ്വീകരിക്കാൻ കഴിയൂ. അതൊരു പ്രസക്തമായ വസ്തുതയാണ്, എന്നാൽ അത് അന്തിമമായ തെളിവല്ല. പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് പരിശോധന നടത്തിയതെങ്കിൽ അത് അപ്രസക്തമാണ് അല്ലേ? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ? അതൊരു പ്രസക്തമായ വസ്തുതയാണ്, റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, എന്നാൽ കൂടിയും അത് അന്തിമമായ തെളിവല്ല എന്നാണ് നമ്മൾ ഈ എക്സ്പേർട്ടിൻ്റെ ഒക്കെ കാര്യങ്ങൾ, വിദഗ്ധന്മാരുടെ ഒപ്പീനിയൻ നോക്കുമ്പോൾ പറയേണ്ടത്. അതായത് അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണെങ്കിൽ പോലും അത് അന്തിമമായിട്ട് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? 21ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഭാരതീയ സാക്ഷ്യ അധിനിയമം സെക്ഷൻ 39 തെറ്റായ പ്രസ്താവന ഏതാണ്? സെക്ഷൻ 39 എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 39 എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു പ്രത്യേക മേഖലയിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ വ്യക്തികളെയാണ് വിദഗ്ധർ എന്ന് പറയുന്നത്. ഓതിയല്ല, അതായത് സ്കില്ലുള്ള വ്യക്തികളെയാണ് വിദഗ്ധർ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, വിദഗ്ധൻ എന്ന പദവി ലഭിക്കാൻ അയാൾ ഔദ്യോഗികമായിട്ട് ഒരു ബിരുദമുള്ള ആളായിരിക്കണമെന്ന് നിയമം നിർബന്ധിക്കുന്നില്ല. ശാസ്ത്രം, കല എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദഗ്ധ അഭിപ്രായം സ്വീകാര്യമാണ്.
ഓക്കെ, ഓപ്ഷൻ ഡി മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സെക്ഷൻ 39 പ്രകാരം ഒരു വിദഗ്ധ അഭിപ്രായമായി കണക്കാക്കാൻ കഴിയില്ല. ഏതാണ് ശരിയായത്? അല്ല, തെറ്റായതാണല്ലോ ചോദ്യം. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ എ ശരിയാണ്. കാരണം എന്താണ്? ഒരു സ്പെഷ്യൽ സ്കില്ലുള്ള ആളെയാണ് വിദഗ്ധൻ നമ്മൾ പറയുന്നത്. കൈയക്ഷരത്തിൻ്റെ, അതുപോലെ തന്നെ പോയിസൺ എക്സ്പേർട്ട്, ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട്, അതൊരു സ്കില്ലാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. വിദഗ്ധൻ എന്ന പദവി ലഭിക്കാൻ അയാൾ ഔദ്യോഗികമായിട്ടൊരു ബിരുദമുള്ള ആളായിരിക്കണം. അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ശാസ്ത്രം, കല എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിദഗ്ധ അഭിപ്രായം സ്വീകാര്യമാണ്. അതും ശരിയാണ് അല്ലേ? അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താ? മെഡിക്കൽ ഓഫീസറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സെക്ഷൻ 39 പ്രകാരം വിദഗ്ധ അഭിപ്രായമായി കണക്കാക്കാൻ കഴിയില്ല. തെറ്റാണ്. അതെന്താണ്? അഭിപ്രായമായി കണക്കാക്കാൻ കഴിയും എന്നാണ് ശരിയായത് അല്ലേ? 22ാമത്തെ ചോദ്യം നോക്കാം. BSA സെക്ഷൻ 23 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നിർബന്ധം? വിവരം നൽകുന്ന 23 എന്തായിരുന്നു? പോലീസിനോടുള്ള സമ്മതം അല്ലെ കുറ്റസമ്മതം. പോലീസിനോടുള്ള കുറ്റസമ്മതത്തെ കുറിച്ചാണ് സെക്ഷൻ 23 പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇത് നോക്കാം. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. ശരിയാണ് അല്ലേ? കുറ്റാരോപിതനായ വ്യക്തിക്ക് പുറമെ ഏതൊരാൾക്കും വിവരങ്ങൾ നൽകാം. അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. നൽകിയ വിവരങ്ങൾ തുടർന്നുള്ള സംഭവങ്ങളെ സ്ഥിരീകരിക്കാനാവില്ല. അങ്ങനെയും പറയുന്നില്ല. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. ഓക്കെ, ഏതാണ് അപ്പോൾ ശരിയായത്? ഓപ്ഷൻ സി. ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ശരിയായത്. 1ഉം 4ഉമാണ് ശരിയായത്. BSA സെക്ഷൻ 39 എന്തായിരുന്നു? 39 മറക്കരുതേ. 39 എന്ന് പറയുന്നത് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സിന്റെ ഒപ്പീനിയനെ കുറിച്ചാണ് അല്ലേ? പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം ഒരു നിർണായക അത് നമ്മൾ പറഞ്ഞതാ മുന്നത്തെ ചോദ്യത്തിൽ. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ആ ചോദ്യം മനസ്സിലായവർക്ക് ഇത് പെട്ടെന്ന് കത്തും. ഓക്കെ, ഒരു നിർണായക തെളിവാണ്. ആണോ? ഒരു നിർണായക തെളിവാണോ അത്? അല്ല, ഒരു നിർണായക തെളിവല്ല. അങ്ങനെയും പറയാൻ പറ്റില്ല. നിർണായക തെളിവല്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഏതാണ് ശരിയായത്? സി ആണ് ശരിയായത്. പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. ഓക്കെ അല്ലേ? അതാണ് ശരിയായത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർവചനങ്ങളാണ്. ഏതൊക്കെയാണ്? 21D പഠിച്ചു, രേഖ. 21E പഠിച്ചു, എവിഡൻസ്. 21F പഠിച്ചു, ഫാക്ട്. ഇതാണ് 3 പ്രധാനപ്പെട്ട നിർവചനങ്ങൾ. പിന്നെ സെക്ഷൻസുകൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം. കാരണം BSA ഉണ്ടായിട്ട് 2-3 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. പക്ഷേ എവിഡൻസ് ആക്ട് വന്നിട്ട് കുറച്ചായല്ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച സെക്ഷൻസ് മാത്രമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഏതൊക്കെയാണ് ചോദിച്ചത്? 22 ചോദിച്ചിട്ടുണ്ട്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 22 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പ്രേരണ, ഭീഷണിയുള്ള കുറ്റസമ്മതം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് രീതിയിലും പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 23 ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 23 പോലീസ് ഉദ്യോഗസ്ഥനുള്ള കുറ്റസമ്മതം. പിന്നെ ചോദിച്ചിട്ടുള്ളത് 24 വലിയ ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതിൽ. കാരണം അതും നോക്കി വെക്കുക. 22, 23, 24 നോക്കി വെക്കുക. പിന്നെ 26 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയത് 27 വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കി വെച്ചേക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ 39 വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ടത് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയത്. പിന്നെ 28ഉം 29ഉം കണക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ബുക്കിൻ്റെ ഇത് ബുക്ക് എൻട്രി ആണ്. ഇതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് പബ്ലിക് സർവൻറ്റിൻ്റെ റെക്കോർഡുകളാണ്. 29 പറയുന്നത്. 28 എന്ന് പറയുന്നത് റെക്കോർഡ്, മറ്റേ ഇതിൻ്റെ എന്താ പറയുന്നത്, 28 പറയുന്നത് ഇത് അക്കൗണ്ട് ബുക്കിലെ എൻട്രികളെ കുറിച്ചാണ് പറയുന്നത്. മറ്റത് പബ്ലിക് റെക്കോർഡ് എൻട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. 28, 29 അങ്ങനെ ഓർത്ത് വയ്ക്കുക. 39 എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 22, 23 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. 26 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് സെക്ഷൻസ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം കൂടിയും പഠിച്ചാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ ഉണ്ടായിരിക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. അതാണ് പ്രശ്നം. ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് രീതികളും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നോക്കുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പോൾ BSA ഇത്ര കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ഒരുവിധം മാർക്കൊക്കെ കിട്ടും. ഒന്നാമത് 2 മാർക്കിനേ ഉള്ളൂ ചോദിക്കുക. അതിന് കൂടുതൽ സമയം ചിലവാക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ BSAൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ കേരള പോലീസ് ആക്റ്റോ അല്ലെങ്കിൽ BNSSO അതുപോലെ തന്നെ പോക്സോ അതൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം.